ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്ര പേര് കഷ്ടപ്പെടുന്നുണ്ടാവും. ഇനി കഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ, കഷ്ടപ്പെട്ടതിന് ശേഷം എങ്ങും എത്താതെ പോയി ഞാൻ എല്ലാം അവസാനിപ്പിക്കുകയാണ് എന്ന് ഞാൻ ഉൾപ്പെടെ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ കൊണ്ട് നിർത്താതെ വീണ്ടും കഷ്ടപ്പെടുകയും സീറോയിലേക്ക് തിരിച്ചെത്തി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന എത്ര പേരെ നമുക്കറിയാം. ആ കഷ്ടപ്പെടുന്നവർക്ക് തന്നെയാണ് റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളത് അടിവരയിടുന്ന ചില സംഭവങ്ങളുണ്ട്. അതൊരു മോട്ടിവേഷനാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് വീണ്ടും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു ഫ്യൂവലാണ്. അത്തരത്തിലൊരു സിനിമയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു യഥാർത്ഥ സംഭവമാണ്. ആ ഒരു യഥാർത്ഥ സംഭവത്തെ ക്ലിയർ ആയിട്ട് അതിൻ്റെ ഒരു എസൻസും നഷ്ടപ്പെടാതെ പ്രേക്ഷകന്റെ മുന്നിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ പണിപ്പെട്ടൊരു കാര്യമാണ്. ആ കാര്യത്തിൽ 12th ഫെയിൽ എന്ന സിനിമയുടെ സംവിധായകനും ടീമും ഫെയിലായിട്ടില്ല, 100% പാസ്സായിട്ടുണ്ട്. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വ്യക്തിയുടെ പ്രയാണമാണ്, അയാളുടെ ജീവിതമാണ്. ആ ജീവിതത്തിൽ അയാൾക്ക് നേരിടേണ്ടി വരുന്ന കഷ്ടപ്പാടുകളും സമ്മർദ്ദങ്ങളും ഈ സിനിമ കറക്റ്റായിട്ട് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. അപ്പോൾ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് വിക്രാന്ത് മസായി എന്ന നടനാണ്. പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് എടുത്തു പറയണം. ഒരു സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ, അയാളുടെ എല്ലാ അവസ്ഥകളും അയാളുടെ മുഖത്ത് വ്യക്തമാണ്. ആ കാസ്റ്റിംഗ് പോലും അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവരുടെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും അവരുടെ ജീവിത ശൈലികളാണെങ്കിലും ഒക്കെ ആ നടൻ വളരെ ബെറ്ററായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സൂപ്പർബ് എന്ന് പറഞ്ഞാലും പോരാ, അതിനേക്കാൾ അടിപൊളിയായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു പെർഫോമൻസ്. ഇനി ഇതിലെ ബാക്കി കഥാപാത്രങ്ങളെ കൂടെ പറയാതിരിക്കാൻ പറ്റൂല. ശ്രദ്ധ ജോഷി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന മേധാ ശങ്കർ കിടിലൻ പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ അതിലെ പ്രിതം പാണ്ഡെ, ഒരു സുഹൃത്തിൻ്റെ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്ന ജോഷി, പുള്ളിക്കാരനും കിടിലൻ പെർഫോമൻസ് ആണ്. ഇനി ഈ സിനിമയിൽ ഒരു ഇൻസ്പിറേഷനായിട്ട് വരുന്നൊരു കഥാപാത്രമുണ്ട്. ആ ഒരു കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിരിക്കുന്നത്, ആ കഥാപാത്രത്തിൻ്റെ പേര് ഗൗരിബയ്യ എന്നാണ്. അനുഷ്മാൻ പുഷ്കർ എന്ന ആളാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. സോ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിന് നമ്മളോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ടോട്ടലി ഈ സിനിമ ഇന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ പല സമകാലിക അവസ്ഥകളെയും ക്ലിയറായിട്ട് വരച്ച് കാണിക്കുകയും ആ അവസ്ഥകളിലൂടെ നമ്മുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളതും നമ്മൾ എന്തിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നതെന്നുള്ളതും നമ്മളിൽ പലരും നമ്മളറിയാതെ എങ്ങനെയാവുന്നു എന്താവുന്നു എന്നുള്ളതിനൊക്കെ ക്ലിയറായിട്ടൊരു ഉത്തരം നൽകുന്നുണ്ട്. സോ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരു ജെം സിനിമ തന്നെയാണ് 12th ഫെയിൽ എന്നുള്ളത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെന്നിരിക്കട്ടെ, സിനിമാറ്റോഗ്രാഫി ആണെന്നിരിക്കട്ടെ, ഇതിലെ ഓരോ എലമെൻസും പക്കയാണ്. റൈറ്റിങ്സ് ഓൾസോ അടിപൊളിയാണ്. സോ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻസിനെ ഇത്ര നന്നായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചതിൽ ആ ഒരു ടീമിന് ഹാറ്റ്സ് ഓഫ്. അടിപൊളി ഒരു സിനിമയാണ്, ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം ഇതൊരു റെക്കമെൻഡഡ് മൂവിയാണ്, ഹൈലി റെക്കമെൻഡഡ് മൂവിയാണ്. ഞാൻ ഇത്രയും ഇതായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലെ കുറേ ഇൻസിഡൻസ് ഈ സിനിമയായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. ആ സമയത്ത് നമ്മൾ കാണുന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മുടെ ചുറ്റുപാടും വന്നു ചേരുന്ന ചില ആൾക്കാരും ഈ സിനിമയിൽ വന്നു ചേരുന്ന ചില ആൾക്കാരും തമ്മിലുള്ള ഒരു അന്തരം, ആ അന്തരങ്ങൾക്ക് നമ്മൾ ഏത് രീതിയിൽ ഏത് പേഴ്സ്പെക്റ്റീവിൽ അതിനെ എടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും ആ അന്തരങ്ങൾക്കുള്ള ഉത്തരം. തീർച്ചയായിട്ടും ഇതിലേക്ക് വന്നു ചേരുന്ന ഓരോ കഥാപാത്രങ്ങളെയും നമ്മുടെ ലൈഫിലെങ്കിലും നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചു. അത്തരത്തിലുള്ള ചില കഥാപാത്രങ്ങളെ നമ്മൾ തിരിച്ചറിയുമ്പോഴേക്കും വൈകിപ്പോകാനും സാധ്യതയുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാനും സാധിക്കും എന്ന് ക്ലിയറായിട്ട് ഈ സിനിമ പറഞ്ഞിരുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ സംവിധായകനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി വളരെയധികം പണിയെടുത്തിട്ടുണ്ട്. ഈ സിനിമ അത്ര ക്വാളിറ്റി ആയിട്ടാണ് അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ ആണെങ്കിലും ആ ഗ്രാമത്തിൽ നിന്ന് അയാളുടെ ജീവിതം കൊണ്ടുപോകുന്ന പല സിറ്റുവേഷൻസ് ആണെങ്കിലും ഒക്കെ പലയിടങ്ങളിലും തകർന്നു പോയേക്കാവുന്ന ചില സംഭവങ്ങളുണ്ട്. കാരണം ഒരു ഭയങ്കര ഡ്രാമാറ്റിക്കായി പോകേണ്ട സാഹചര്യങ്ങളൊക്കെ വളരെ ക്ലിയറായിട്ട് നല്ല ഇമോഷണലി നമ്മുടെ അടുത്തേക്ക് പറയുമ്പോൾ അതിന് കിട്ടുന്നൊരു സുഖമുണ്ട്. ആ സുഖം കറക്റ്റായിട്ട് ഒരു പ്രേക്ഷകനിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പക്ഷേ അതിലൊക്കെ ഈ സിനിമ നന്നായിട്ട് വിജയിച്ചിട്ടുണ്ടെന്ന് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. ടോട്ടലി നമുക്ക് ചിലയിടങ്ങളിൽ തോന്നും ഇതിങ്ങനെ ആയിരിക്കാം, പക്ഷെ ആ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ പോലും ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ലൈഫിലേക്ക് വന്ന് ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റിയൽ ലൈഫ് ആണെന്ന് നമുക്ക് ഏറ്റവും അവസാനം കേൾക്കേണ്ടി വരുമ്പോൾ വിശ്വസിക്കണമോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ കൂടുതലും കാണുന്നത് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്ന ആൾക്കാരെ ആയിരിക്കും. പക്ഷേ ഇവിടെ നീ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും നീ അത് ചെയ്യണം, നിൻ്റെ പുറകെ ഞാനുണ്ട്, ഞങ്ങളുണ്ട് എന്ന് പറയുന്ന ചില ആൾക്കാരെ നമുക്ക് കാണുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും. ഇതിലെ ഗൗരിഭയ്യയും പറയുന്നൊരു ഡയലോഗുണ്ട്,
എനിക്കില്ലാതെ പോയത് മോട്ടിവേഷനാണ്. അതെ, ആ മോട്ടിവേഷൻ തന്നെയാണ് ഈ സിനിമയും. തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കിട്ടുന്ന ചെറിയൊരു ഫയറില്ലേ, ആ ഫയർ അണയാതെ നോക്കുക, ആ ഫയറിനെ വീണ്ടും കത്തിക്കുക, ആ ഫയർ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല പാർട്ട് ഒരു സിനിമയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് പറയാൻ നിങ്ങൾക്ക് ഒരുപക്ഷെ സാധിച്ചേക്കാം. അതുതന്നെയാണ് 12th ഫെയിൽ എന്ന് പറയുന്ന ഈ ഒരു സിനിമ നിങ്ങളിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും. എനിവേ, കൂടുതലൊന്നും പറയാനില്ല. ഇൻഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 4.5 ഔട്ട് ഓഫ് 5 ആണ്. അപ്പോൾ പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിങ്ങും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും